അവൻ അവളുടെ നെറുകയിൽ ഏറെ സ്നേഹത്തോടെ ചുണ്ടു ചേർക്കുമ്പോൾ അവളിൽ നിന്നും വീണ്ടും ഒരു കരച്ചിൽ പുറത്തേക്ക് വന്നിരുന്നു. അവൻ പതിയെ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിച്ചു. ഞാനൊന്ന് പുറത്തു പോയി വരാം. കുറച്ചു നേരത്തിനു ശേഷം രമേശൻ അത് പറയുമ്പോൾ അനിലയുടെ നെഞ്ചൊന്ന് പിടച്ചു. ദൈവമേ, ആശിച്ചതും പ്രതീക്ഷിച്ചതുമെല്ലാം വെറുതെയാണോ? എല്ലാം കൈവിട്ടു പോവുകയാണോ? അനിലയ്ക്ക് നെഞ്ചിനകത്ത് വല്ലാത്ത പ്രയാസം തോന്നി. ഇനി കുടിക്കില്ലെന്ന് രമേശൻ പറയുമ്പോഴും അവൾക്കറിയാം, വർഷങ്ങളായി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം അങ്ങനെ കുടി നിർത്താൻ പറ്റില്ലെന്ന്. കുടിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നാൽ, അത് കൺമുന്നിലെത്തിയാൽ, ഒഴിച്ചു തരാൻ ആളുണ്ടെങ്കിൽ ആരായാലും കുടിച്ചു പോകും. രാധേജി പറഞ്ഞത് ശരിയാണ്. കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന, മൂക്കറ്റം കുടിപ്പിക്കുന്ന നാട്ടുകാരുമായി രമേശേട്ടനെ അധികം അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. രമേശേട്ടനും അതുതന്നെയല്ലേ പറഞ്ഞത്? അവളൊരു ആവലാതിയോടെ രമേശനെ നോക്കി. രമേശേട്ടാ, എന്തിനാ ഇപ്പോൾ പുറത്തു പോകുന്നേ? അനില രമേശനോട് ചോദിച്ചു. അവളുടെ മുഖത്തെ വെപ്രാളം കണ്ട് രമേശൻ ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ അനി, നീ ഇങ്ങനെ പേടിക്കല്ലേ. ഞാൻ കുടിക്കാനല്ല പോകുന്നേ. അവരൊക്കെ ഒത്തുകൂടാൻ ഇനിയും സമയമുണ്ട്. ഞാനിതേ ഇപ്പോൾ തന്നെ ഇങ്ങ് വരും. അവളുടെ പേടി അറിയാവുന്നതുകൊണ്ട് ഒരു പുഞ്ചിരിയോടെയാണ് രമേശൻ അത് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ എന്താ പെട്ടെന്നൊരു പുറത്തുപോക്ക്? അനില വീണ്ടും ചോദിച്ചു. കുറേ കാലം മുൻപായിരുന്നു തൻ്റെ പിന്നാലെ നടന്ന് ഇത്തരം ചോദ്യങ്ങളെല്ലാം അനില ചോദിച്ചിരുന്നതെന്ന് രമേശൻ ഓർത്തു. അതിന് അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാലം കുറച്ചായി മദ്യപിക്കാതെ അവളുടെ മുൻപിൽ ചെന്നു നിന്നിട്ട്. അല്പമെങ്കിലും മദ്യമില്ലാതെ ഒരിക്കൽ പോലും താൻ അവളുടെ മുൻപിൽ പോയി നിന്നതായി ഓർമ്മയില്ല. രാത്രി മൂക്കറ്റം കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വരുന്നതും കിടക്കുന്നതും ഒന്നും ബോധത്തോടെയല്ല. അതിനിടയ്ക്ക് തല്ലും വഴക്കുമൊക്കെ അതിൻ്റെ മുറ പോലെ വന്നു പോയിക്കൊണ്ടിരിക്കും. രാവിലെ അധികവും അനില പോയി കഴിഞ്ഞിട്ടാണ് താൻ എഴുന്നേൽക്കുന്നത്. നേരത്തെ പോകുന്ന ദിവസം കുടിച്ചു വന്നതിൻ്റെ കുറ്റബോധമോ എന്തോ ഒരു വല്ലായ്മ കൊണ്ട് അവളോടൊന്നും സംസാരിക്കാനും നിൽക്കാറില്ല. പറഞ്ഞാൽ തന്നെ തിരിച്ചവൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുമോ എന്നൊരു പേടിയും അതിനു പിറകിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്നും രാവിലെ പണിക്ക് പോകുമ്പോൾ ഇന്നിനി എന്തു വന്നാലും കുടിക്കില്ലെന്ന് ഉറപ്പിച്ചാണ് പോകുന്നത്. എന്നാൽ പണി കഴിഞ്ഞു വരുന്ന സമയം സുധാകരനും അരവിന്ദനും തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. പിന്നെ എത്ര വേണ്ടെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാലും കുടിച്ചു പോകും. മൂക്കറ്റം കള്ളു കുടിച്ച് ബോധമില്ലാതെ നാലുകാലിൽ തന്നെ വന്നു കയറും. അതുകൊണ്ട് തന്നെ തൻ്റെ കാര്യത്തിൽ അവളിപ്പോൾ അങ്ങനെ ഇടപെടാറില്ല. ഭാര്യയെന്ന അധികാരത്തിൽ ചോദ്യം ചെയ്യാറുമില്ല. അല്ല, അങ്ങനെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ലെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാകണം, രമേശൻ ഓർത്തു. പക്ഷേ ഇന്ന് മാളു അത് ചോദിച്ചപ്പോൾ മുതൽ നെഞ്ചിനകത്ത് വല്ലാത്തൊരു പിടച്ചിൽ. മാളുവിനും അപ്പുവിനും തൻ്റെ അരികിലേക്ക് വരാൻ പോലും പേടിയാണ്. എന്നു മുതലാണ് താൻ അവർക്ക് അത്തരമൊരു അച്ഛനായത്? എന്നാണെങ്കിലും വയ്യ. ഇനിയും മക്കൾക്ക് പേടിയുള്ളൊരു അച്ഛനായി ജീവിക്കാൻ വയ്യ. കുടിക്കാതിരുന്നപ്പോൾ, താനൊന്ന് അരികത്ത് വിളിച്ച് സംസാരിച്ചപ്പോൾ, ഇനി അച്ഛൻ കുടിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ, വണ്ടിയിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് കൈവീശി കാണിച്ചപ്പോൾ, അങ്ങനെ അപ്പോഴൊക്കെ അവരുടെ കണ്ണുകളിൽ കണ്ടൊരു തിളക്കമുണ്ട്. തൻ്റെ മക്കളുടെ കണ്ണിലെ ആ തിളക്കത്തോടൊപ്പം തന്നെ അവരുടെ അമ്മയുടെ നിർജീവമായ കണ്ണുകളിൽ കണ്ട ദയനീയ അവസ്ഥ. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി ഓടി ഓടി അവൾ നന്നേ തളർന്നിരിക്കുന്നു. ഇനിയും ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും വീടിനുമൊന്നും ഒരു ഉപകാരവുമില്ലാതെ ജീവിക്കാൻ വയ്യ. അതെല്ലാമാണ് ഇന്ന് തന്നെക്കൊണ്ട് തന്നെ അവളോടെല്ലാം ഇങ്ങനെ തുറന്നു സംസാരിപ്പിച്ചത്. ഇപ്പോൾ വല്ലാത്തൊരു സമാധാനം തോന്നുന്നുണ്ട്. രമേശന് ഹൃദയത്തിൽ ഒരു തണുപ്പ് വന്ന് നിറയുന്നത് പോലെ തോന്നി. എന്തിനാ ഇപ്പോൾ പുറത്തു പോകുന്നേന്ന്? ഒന്നും പറയാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന രമേശനെ കണ്ടവൾ വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് രമേശൻ ചിന്തകളിൽ നിന്നും ഉണർന്നത്. അവൻ അവളെ ഒന്ന് നോക്കി, പിന്നെ ഒന്ന് ചിരിച്ചു. എൻ്റെ അനി, നീ ഇങ്ങനെ പേടിക്കാതെ. എന്തായാലും കുടിക്കാനല്ല പോകുന്നേ. മക്കൾ വരാനായില്ലേ? ഞാൻ അവർക്ക് കഴിക്കാൻ എന്തേലും വാങ്ങി വരാം, രമേശൻ പറഞ്ഞു. അതിനല്ലേ കപ്പയും ചിക്കൻ കറിയും ഒക്കെ ഉള്ളത്? അനില ചോദിച്ചു. അവൾക്ക് അവൻ പുറത്തു പോകുന്നതിൻ്റെ പേടിയാണ്. കുറച്ചു മുൻപ് വല്ലാതെ പ്രതീക്ഷിച്ചു പോയതാണ്, ആഗ്രഹിച്ചു പോയതാണ്. ഇനിയും അത് കൺമുൻപിൽ തകർന്നു വീഴുന്നത് കാണാൻ വയ്യ. അനില പറയുന്നത് കേട്ട് രമേശൻ ഒന്ന് ചിരിച്ചു. അത് കപ്പയും ചിക്കനുമല്ലേ, ഞാൻ കുറച്ച് എണ്ണപ്പലഹാരം വാങ്ങി വരാം. കുറച്ച് പഴംപൊരിയോ ഉള്ളിവടയോ എന്തേലും, രമേശൻ പറയുമ്പോൾ അനില അവനെ തന്നെ ഒന്ന് നോക്കി. പോയിട്ട് വരാടി. അതും പറഞ്ഞ് രമേശൻ അവളുടെ കവിളിൽ ഒന്ന് മെല്ലെ തട്ടി. പിന്നെ പതിയെ ഉമ്മറത്തേക്ക് നടന്നു. മുറ്റത്തേക്കിറങ്ങിയതും അവൻ ചെന്ന് നോക്കിയത് വീടിന് സൈഡിലായി ഉമ്മറത്തോട് ചേർന്ന് നിർത്തിയിട്ടിരിക്കുന്ന അവൻ്റെ ബൈക്കിലേക്കാണ്.
ഇപ്പോൾ കുറച്ചായി ബൈക്ക് അവൻ ഉപയോഗിക്കാതെയായിട്ട്. രാത്രി കുടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല. 2-3 തവണ വണ്ടി കയ്യിൽ നിന്നും പാളിപ്പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടി എടുക്കാറില്ല. അവൻ അനിലയെ ഒന്ന് നോക്കിയ ശേഷം അകത്തേക്ക് തന്നെ കയറി. മുറിയിൽ ചെന്ന് എല്ലായിടത്തും തിരഞ്ഞു നോക്കി. വണ്ടിയുടെ താക്കോൽ മാത്രം കിട്ടിയില്ല. ഇനിയിപ്പോ എന്തു ചെയ്യും? ഇതെവിടെയാണാവോ കൊണ്ടുവച്ചത്? മുറിയിലാകെ തിരഞ്ഞ ശേഷം ഇടുപ്പിൽ കൈ കൊടുത്തുകൊണ്ട് രമേശൻ പതിയെ പറഞ്ഞു. അപ്പോഴാണ് അവന്റെ മുൻപിലേക്കൊരു കൈ നീണ്ടുവന്നത്. അവളുടെ ആ ഉള്ളം കൈയിൽ അവന്റെ വണ്ടിയുടെ താക്കോൽ ഉണ്ടായിരുന്നു. അവൻ വിടർന്ന കണ്ണുകളോടെ അനിലയെ നോക്കി. ഇതെവിടുന്ന് കിട്ടി? താക്കോൽ കയ്യിൽ വാങ്ങി രമേശൻ ചോദിച്ചു. അതുകേട്ട് അനില അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആ നോട്ടത്തിൽ നിന്നും കാര്യം അത്ര പന്തിയല്ലെന്ന് തോന്നിയതും രമേശ് അവളെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു. മാസങ്ങളായി കാണും ഈ വണ്ടി ഇവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അന്ന് രാത്രി കുടിച്ചു വന്ന് താക്കോൽ ഊരിയപ്പോൾ കയ്യിന്ന് വീണു പോയതായിരിക്കും. രാവിലെ ദേ മുറ്റത്തെ ആ ചെടിച്ചട്ടിക്ക് ഇടയിൽ നിന്നാ കിട്ടിയത്. പിന്നീട് താക്കോല് ചോദിച്ച് വരാനും വണ്ടി ഓടിക്കാനൊന്നുമുള്ള ബോധവും ഇല്ലായിരുന്നല്ലോ. അനില പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നുമില്ലാതെ പറഞ്ഞു. അതുകേട്ട് രമേശൻ ഒന്ന് നെടുവീർപ്പിട്ടു. അതൊക്കെ കഴിഞ്ഞതല്ലേടി. ഞാൻ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാവോന്ന് നോക്കട്ടെ. കുറച്ചായില്ലേ ഉപയോഗിക്കാതെയായിട്ട്? അനിലയുടെ തലയിലൊന്ന് പതിയെ തട്ടിക്കൊണ്ട് രമേശൻ പറഞ്ഞു. ശേഷം പുറത്തേക്ക് ചെന്നു. അവന് പിന്നാലെ അനിലയും. ഉപയോഗിക്കാതെ വെച്ചതെങ്കിലും വണ്ടിയുടെ പുറത്ത് പൊടിയോ മണ്ണോ ഒന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനം 2 ദിവസം തൊടാതെ വെച്ചാൽ അതിൽ 8 വല കെട്ടും. ഇതിൽ അതുപോലുമില്ലെന്ന് കണ്ട് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവന്റെ തൊട്ടു പിറകിൽ തന്നെയുണ്ടായിരുന്നു അനില. നീ ഇത് പൊടി തട്ടി വെക്കാറുണ്ടോ അനി? രമേശൻ ചോദിച്ചു. എന്നും മുറ്റം അടിച്ചു വരുമ്പോൾ. രമേശേട്ടൻ ഒത്തിരി ആശിച്ചു വാങ്ങിയതല്ലേ. മറ്റേ ബൈക്ക് ഇവിടേക്ക് വരുമ്പോൾ എടുക്കാൻ അച്ഛനും അമ്മയും സമ്മതിച്ചില്ലായിരുന്നല്ലോ. അതുകൊണ്ട് കൺമുൻപിൽ തന്നെ നശിച്ചു പോകുന്നത് കാണാൻ വയ്യ, അനില പറഞ്ഞു. രമേശൻ ഒരു നോവ് നിറഞ്ഞ ചിരി അവൾക്ക് പകരം നൽകി. വണ്ടി സ്റ്റാർട്ടാക്കി നോക്കിയപ്പോൾ കുറച്ചുകാലം എടുക്കാതെ വെച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വണ്ടി ഒരു ചിലമ്പിച്ച ശബ്ദത്തോടെ സ്റ്റാർട്ടായി. ചിലപ്പോൾ വണ്ടിയുടെ എണ്ണയൊന്ന് മാറ്റേണ്ടി വരും. എന്തായാലും ഒരു റൗണ്ട് ഒന്ന് ഓടിച്ചു നോക്കട്ടെ, രമേശൻ പറഞ്ഞു. അനിലയ്ക്ക് വണ്ടിയെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ടവൾ വെറുതെ ഒന്ന് മൂളിക്കേട്ടു. പിന്നെ ഞാൻ വരുമ്പോഴേക്കും മക്കള് വന്നാൽ ദേ ഇത് കൊടുത്തേക്ക്. 1500 പോക്കറ്റിൽ നിന്നും 3 500-ന്റെ നോട്ടെടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അതിലേറെ സമാധാനം കൊണ്ടു. അല്ലെങ്കിലും എല്ലാവരും ആഗ്രഹിക്കും തളരുമ്പോൾ താങ്ങാവാൻ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്, ചായാൻ ഒരു തോള് കിട്ടിയിരുന്നെങ്കിലെന്ന്. താങ്ങാകേണ്ടവൻ തന്നെ കള്ളും കുടിച്ച് ബോധമില്ലാതെ നടക്കുമ്പോൾ ഒരു പെണ്ണിന് എങ്ങനെ മനസ്സമാധാനം കിട്ടാനാണ്? എന്നോ നഷ്ടപ്പെട്ടു പോയ, ഇനി കിട്ടില്ലെന്ന് വിചാരിച്ച ആ താങ്ങാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അവൾക്ക് സന്തോഷവും സങ്കടവും കൊണ്ട് ഒരു കരച്ചിൽ വന്ന് അവളുടെ തൊണ്ടക്കുഴിയോളം എത്തി നിന്നു. അവളെയൊന്ന് നോക്കി തലയാട്ടിയ ശേഷം രമേശൻ വണ്ടി മുന്നോട്ടെടുത്തു. കൺമുൻപിൽ നിന്നും അവന്റെ വണ്ടി മറയുവോളം അവൻ പോകുന്നതും നോക്കി അവൾ ആ വേലിക്കൽ തന്നെ നിന്നു. അത്രയും നേരം അടക്കിപ്പിടിച്ച കരച്ചിൽ പുറത്തേക്ക് വന്നതും അവൾ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് അകത്തേക്കോടി. വണ്ടിയിൽ പോകുമ്പോഴും അവന്റെ ചിന്തകൾ നൂല് പൊട്ടിപ്പോയ പട്ടം കണക്കെ അങ്ങനെ പാറി നടക്കുകയാണ്. അതിൻ്റെ ആദ്യം എന്നതുപോലെ അവൾ നേരത്തെ പറഞ്ഞ ആ വാചകത്തിൽ എത്തി നിന്നു. രമേശേട്ടൻ ഒത്തിരി ആശിച്ചു വാങ്ങിയതല്ലേ. മറ്റേ ബൈക്ക് ഇവിടേക്ക് വരുമ്പോൾ എടുക്കാൻ അച്ഛനും അമ്മയും സമ്മതിച്ചില്ലായിരുന്നല്ലോ. അതുകൊണ്ട് കൺമുൻപിൽ തന്നെ നശിച്ചു പോകുന്നത് കാണാൻ വയ്യ. ശരിയാണ് അവൾ പറഞ്ഞത്. താൻ അത്രമേൽ ആശിച്ചു വാങ്ങിയതാണ്. തൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് മാറി താമസിക്കുമ്പോൾ തൻ്റെ സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ് വണ്ടിയിൽ കയറാൻ നിന്ന തന്നെ അതിൽ നിന്നും തടഞ്ഞത്. കല്യാണത്തിന് മുൻപേ, ഒരു സ്ഥിരവരുമാനമൊക്കെ ആകുന്നതിന് മുൻപേ വാങ്ങിയ ബൈക്കായതുകൊണ്ട് തന്നെ അവരുടെ ചിലവിലാണ് അന്ന് താൻ ജീവിച്ചിരുന്നതെന്നും അതുകൊണ്ട് ഈ വണ്ടിയുടെ അവകാശം അവർക്കാണെന്നുമായിരുന്നു അവർ പറഞ്ഞ ന്യായം. ശരിക്കും പറഞ്ഞാൽ സ്ഥിരവരുമാനമൊന്നും ആയിട്ടില്ലെന്നേയുള്ളൂ. എങ്കിലും ജോലിക്ക് പോകാത്തവനൊന്നും ആയിരുന്നില്ല താൻ. വർക്ക്ഷോപ്പിലും മറ്റും ജോലിക്ക് പോയി തന്നെയായിരുന്നു തൻ്റെ ചിലവുകളെല്ലാം നടത്തിയിരുന്നത്. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും അതിൻ്റെ കൂടെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സംസാരം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ സങ്കടമോ ദേഷ്യമോ എന്താ പറയേണ്ടതെന്നറിയില്ല. വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു താനപ്പോൾ. ഇതിൽ തനിക്ക് മാത്രമാണ് അവകാശമെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും
അമ്മയും അച്ഛനും കടിച്ചു കീറാൻ തക്കവണ്ണം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ഒരു മകൻ വീട്ടിൽ നിന്നും മാറി താമസിക്കുമ്പോൾ മക്കളോട് സ്നേഹമുള്ള ഏതൊരു മാതാപിതാക്കൾക്കും സങ്കടമാണുണ്ടാകാറ്. എന്നാൽ ഇവിടെ അവരുടെ മുഖത്ത് ദേഷ്യവും അതിലുപരി താനും അവളും ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിലുള്ള സന്തോഷവുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് താൻ അവരോട് ചെയ്തതെന്ന് ഇപ്പോഴും അറിയില്ല. അമ്മയെയും അച്ഛനെയും വേദനിപ്പിക്കാതെ അവർക്ക് വേണ്ട പരിഗണന കൊടുത്തു തന്നെയാണ് കല്യാണം കഴിഞ്ഞ ശേഷവും താൻ ജീവിച്ചത്. അനിലയാണെങ്കിൽ വായിൽ വിരലിട്ടാൽ കൂടി കടിക്കാത്തൊരു പാവം എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു അവൾ. ഭർത്താവിൻ്റെ അമ്മയെയും അച്ഛനെയും സ്വന്തം അമ്മയും അച്ഛനുമായി തന്നെ അവൾ കണ്ടു. അവരെന്തു പറഞ്ഞാലും ചെയ്താലും മിണ്ടാതെ നിന്നതെല്ലാം സഹിക്കും. പലപ്പോഴും പലതും നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ടാണ് അമ്മയും കൂട്ടത്തിൽ അച്ഛനും അവളെ എത്രയധികമാണ് ദ്രോഹിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞത്. അവളായിട്ട് അങ്ങനെയൊന്നും തന്നോട് പറയാറില്ല. എല്ലാം തന്നെ അറിയിക്കാതെ മറച്ചു വെക്കും. തൻ്റെ അമ്മയും അച്ഛനുമായി താൻ ഒരിക്കലും അകലാതെ ഇരിക്കാൻ വേണ്ടി അവളെല്ലാം സഹിച്ചു. എന്നിട്ടും അവളോട് അവർക്ക് എന്താണിത്ര ദേഷ്യമെന്ന് ഇതുവരെ തനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു പക്ഷേ താലി കെട്ടിയ ഭാര്യയെ താൻ സ്നേഹിക്കുന്നത് അവർക്കിഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ എന്തിന് അവർ മകനെ വിവാഹം കഴിപ്പിച്ചു? താലി കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കാൻ പാടില്ലെങ്കിൽ കെട്ടാൻ സമ്മതിക്കരുത്. ഇതിപ്പോ അവരുടെ ദുഷിച്ച മനസ്സ് കാരണം തകരുന്നത് എവിടെയോ കിടക്കുന്ന ഒന്നും അറിയാത്ത ഒരുപാട് പ്രതീക്ഷകളുമായി വരുന്ന ഏതോ ഒരു പെൺകുട്ടിയല്ലേ? ഏതോ അമ്മയുടെയും അച്ഛൻ്റെയും പ്രിയപ്പെട്ട മകളായിരിക്കില്ലേ? അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും താൻ അവളോട് പറഞ്ഞിട്ടുള്ളത്, പെൺകുട്ടികളായാൽ ഇത്രയ്ക്ക് പാവമാകരുതെന്ന്. ചാഞ്ഞ മരത്തിൽ ചാടിക്കയറാൻ ഒത്തിരി പേരുണ്ടാവും. കുറച്ചൊന്ന് താഴ്ന്നു കൊടുത്താൽ എല്ലാവരും തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും പെൺകുട്ടികൾക്ക് കുറച്ച് മനക്കരുത്തും തൻ്റെടവും ആവശ്യം തന്നെയാണ്. ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ല, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രം. ചിന്തകൾ എവിടെ നിന്നോ തുടങ്ങി ഇപ്പോൾ മറ്റെവിടെയോ വന്നു നിൽക്കുന്നു. അവൻ വണ്ടി ഒതുക്കി നിർത്തി. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ വണ്ടിയിൽ നിന്നും താക്കോലൂരി അത് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ആത്മാഭിമാനത്തിനേറ്റ വലിയൊരു മുറിവും കൂടിയായിരുന്നു അത്. അതും കൊണ്ടുകൂടിയാകണം വല്ലാത്തൊരു വാശിയായിരുന്നു പുതിയൊരു വണ്ടി വാങ്ങുവാൻ, അതിലേറെ ആഗ്രഹവും. അങ്ങനെ ഒത്തിരി ആശിച്ചാണ് അന്ന് അടവിന് ഈ വണ്ടി വാങ്ങിയത്. പിന്നീട് അതിൻ്റെ അവസാന അടവും അടച്ചു തീർത്തപ്പോഴാണ് അവൾക്കും എനിക്കും സമാധാനമായത്. ആ വണ്ടിയുടെ വില എന്തെന്ന് ശരിക്കും അറിയുന്നതുകൊണ്ടാകണം കുടുംബം നോക്കാതെ താൻ കുടിച്ചു നടന്നപ്പോഴും അവൾ അത് കാത്തു സൂക്ഷിച്ചത്. രമേശന് അവളോട് വല്ലാത്ത പാവം തോന്നി, അതിലേറെ സ്നേഹവും. മാളു ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അല്ലേ എന്ന് കരുതി താൻ ചെന്നു പറഞ്ഞതാണ്. എന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു മകനില്ലെന്നും വല്ലവരുടെയും കുഞ്ഞിനെയൊന്നും കാണേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലെന്നും പറഞ്ഞ് അവർ തനിക്ക് മുൻപിൽ ആ വീടിൻ്റെ വാതിൽ കൊട്ടിയടച്ചു. അതുവരെയും എന്തൊക്കെയായാലും എത്രയൊക്കെയായാലും തൻ്റെ അമ്മയും അച്ഛനുമല്ലേ എന്നൊരു ചിന്തയും സ്നേഹവും മനസ്സിൻ്റെ ഒരു കോണിലുണ്ടായിരുന്നു. എന്നാൽ ഒന്നും അറിയാത്ത അപ്പോൾ പെറ്റുവീണ തൻ്റെ പൊടി പൈതലിനെ വരെ അവർ തള്ളിപ്പറഞ്ഞു. അന്നു മുതൽ അവരെയും താൻ മനസ്സുകൊണ്ട് തള്ളിക്കളഞ്ഞതാണ്. അപ്പു ഉണ്ടായപ്പോൾ പോലും താൻ അവർക്ക് അരികിൽ ചെല്ലുകയോ അപ്പു ഉണ്ടായ കാര്യം പറയുകയോ ചെയ്തിട്ടില്ല. മനസ്സുകൊണ്ട് താൻ അവരുടെ ആരുമല്ലാതായി മാറിയിരുന്നു അപ്പോഴേക്കും. 2 പ്രസവത്തിനും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് അനിലയുടെ വീട്ടുകാരാണ്. തികഞ്ഞൊരു മദ്യപാനിയായി മാറിയപ്പോൾ അവരെയെല്ലാം മറന്നു പോയിരുന്നു. തന്നോടവർക്ക് ദേഷ്യമുണ്ടാകുമെന്നാണ് കുറച്ചുനാൾ മുൻപ് വരെ കരുതിയിരുന്നത്. എന്നാൽ അന്നൊരു ദിവസം അവളുടെ അച്ഛനെ കണ്ടപ്പോഴാണ് താൻ ഇങ്ങനെ കുടുംബം നോക്കാതെ എന്നും കുടിച്ചു നടക്കുന്നതൊന്നും അവർക്കറിയില്ലെന്ന് മനസ്സിലായത്. അന്ന് ഉച്ച സമയമായതുകൊണ്ട് തന്നെ താൻ മദ്യപിച്ചിട്ടുമില്ലായിരുന്നു. കുടിക്കുന്നതിനു മുൻപേയുള്ള താൻ അവർക്കത്രയും പ്രിയപ്പെട്ടവനായിരുന്നു. അവരുടെ മകളെ താൻ എങ്ങനെയാണ് നോക്കിയതെന്നുള്ളത് അവർ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവളുടെ വീട് കുറച്ച് ദൂരെയായതുകൊണ്ട് തന്നെ ഈ നാടുമായി അവർക്ക് വലിയ ബന്ധമില്ല. അവളെയും മക്കളെയും കാണാൻ വരുമ്പോൾ താൻ കുടിച്ചു വരുന്ന കാര്യം അവളൊട്ടും പറഞ്ഞിട്ടുമുണ്ടാകില്ല. എന്തായാലും അവിടം വരെയൊന്ന് പോകണം. മുറിഞ്ഞു പോയൊരു അടുപ്പം വീണ്ടും പൊടിത്തട്ടി പുതുക്കിയെടുക്കണം. അവൾക്കും മക്കൾക്കും അത് വലിയ സന്തോഷമാകും, രമേശൻ ഓർത്തു. വൈകിട്ട് വീട്ടിലേക്ക് വരാൻ വല്ലാത്ത ഉത്സാഹമായിരുന്നു അപ്പുവിനും മാളുവിനും. വണ്ടിയിൽ നിന്നിറങ്ങിയതും അവർ രണ്ടുപേരും വീട്ടിലേക്ക് ഓടിക്കയറി. വാതിൽ വെറുതെ ചാരി വെച്ചിട്ടേ ഉള്ളൂ. വാതിൽ തുറന്ന് അകത്തു കയറിയതും രണ്ടാളും ബാഗഴിച്ച് മേശപ്പുറത്ത് വെച്ചു. മുറിയിലൊന്നും അമ്മയെ കാണാഞ്ഞതും അവർ രണ്ടുപേരും നേരെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളപ്പടിയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന അമ്മയെ കണ്ട് അപ്പു വേഗം ചെന്ന് അവളുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചതും അനില തിരിഞ്ഞു നോക്കി.
അനിലയുടെ നനഞ്ഞ കണ്ണുകളിലേക്കാണ് മാളുവിൻ്റെ നോട്ടം ആദ്യം തന്നെ ചെന്നത്. അമ്മ കരഞ്ഞോ? മാളു ചോദിച്ചു. അതു കേട്ട് അപ്പുവും അനിലയുടെ മുഖത്തേക്ക് നോക്കി. അമ്മ കരഞ്ഞോ? അപ്പു അവൻ്റെ കുഞ്ഞിക്കൈ അവളുടെ കവിളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ലല്ലോ, അമ്മ കരഞ്ഞില്ലല്ലോ, അനില പറഞ്ഞു. പിന്നെന്താ കണ്ണൊക്കെ കരഞ്ഞതുപോലെ നനഞ്ഞിരിക്കുന്നേ? മാളു വീണ്ടും ചോദിച്ചു. അത് അമ്മയുടെ കണ്ണിലെന്തോ പൊടി പോയതാ, അനിലയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാളു അനിലയുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അച്ഛൻ പിന്നെയും കുടിച്ചു വന്നോ അമ്മേ? അതാണോ അമ്മ കരഞ്ഞേ? മാളു ചോദിച്ചു. അതു കേട്ട് അപ്പുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നു. മുൻപൊരിക്കൽ കുടിച്ചു വന്ന അച്ഛൻ അമ്മയെ തല്ലിയപ്പോൾ ഇതുപോലെ അമ്മ കരഞ്ഞിരുന്നു. ആ ഓർമ്മയാണ് അവൻ്റെ കുഞ്ഞു മനസ്സിലേക്ക് അപ്പോൾ ഓടി വന്നത്. അതുപോലെ അച്ഛൻ ഇന്നും അമ്മയെ തല്ലിയോ? അതാണോ അമ്മ കരഞ്ഞേ? അപ്പുവിന് വല്ലാത്ത പേടി തോന്നി. അച്ഛൻ അമ്മയെ അന്നത്തെ പോലെ പിന്നെയും തല്ലിയോ? അപ്പുവും ചോദിച്ചു. ഇല്ലടാ പൊന്നെ, അച്ഛൻ കുടിച്ചിട്ടുമില്ല, അമ്മയെ തല്ലിയിട്ടുമില്ല. ഇത് ശരിക്കും അമ്മയുടെ കണ്ണിലെന്തോ പൊടി പോയതാ, അനില അപ്പുവിനെ പൊക്കിയെടുത്തുകൊണ്ട് പറഞ്ഞു. സത്യം, തന്നെ നോക്കി നിൽക്കുന്ന മാളുവിനോടും അവൾ പറഞ്ഞു. അപ്പോഴേക്കും പുറത്തൊരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടു. അതു കേട്ടതും അനിലയുടെ മുഖത്തൊരു പുഞ്ചിരിയാണെങ്കിൽ മാളുവിൻ്റെയും അപ്പുവിൻ്റെയും മുഖത്ത് അതാരാണെന്ന സംശയമായിരുന്നു. മാളുവും അപ്പുവും ഉമ്മറത്തേക്ക് നടന്നു. പിന്നാലെ അനിലയും. ബൈക്കിൽ വന്നിറങ്ങിയ ആളെ കണ്ട് അവരുടെ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു. രമേശൻ ബൈക്കിൽ നിന്നിറങ്ങി കടയിൽ നിന്നും വാങ്ങിയ കവറുമെടുത്ത് അവർക്കരികിലേക്ക് നടന്നു. എന്താടാ അപ്പുക്കുട്ട ഇങ്ങനെ നോക്കുന്നേ? രമേശൻ അവൻ്റെ കുഞ്ഞിക്കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു. അതിനവൻ ഒന്നുമില്ലെന്ന് തലയാട്ടി. മാളൂട്ടി ചോദിച്ചില്ലേ ഇനി കുടിക്കാതെ വരുമോന്ന്? ദേ അച്ഛൻ കുടിക്കാതെ വന്നല്ലോ, ഇനി ഒരിക്കലും കുടിക്കില്ലാട്ടോ, രമേശൻ അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു. മാളുവും അതിന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇതെന്താ അച്ഛാ ഈ കവറിൽ? ആദ്യത്തെ ആ ഒരു പേടി മാറിയപ്പോൾ അപ്പു വേഗം വന്ന് രമേശൻ്റെ കയ്യിലെ കവർ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇത് കുറച്ച് പഴംപൊരിയും ഉള്ളിവടയുമാണ്, പിന്നെ കുറച്ച് മിഠായിയും. രമേശൻ ആ കവർ അപ്പുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതു കേട്ട് അപ്പുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ വേഗത്തിൽ ആ കവർ തുറന്നു പിടിച്ച് മൂക്ക് വിടർത്തി അതിൻ്റെ മണം പിടിച്ചെടുത്തു. ഹായ്, നല്ല മണം, അപ്പു സന്തോഷത്തോടെ പറഞ്ഞു. അപ്പുവിന് മാത്രമല്ല ചേച്ചിക്കും കൂടെ ഉള്ളതാ, രണ്ടാളും കൂടെ പങ്കിട്ടെടുത്തോണം കേട്ടോ അപ്പുക്കുട്ടാ, രമേശൻ അവൻ്റെ മുടിയൊന്ന് ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. അപ്പു അതിന് ചിരിച്ചുകൊണ്ട് തന്നെ തലയാട്ടി. കുറേ കാലങ്ങൾക്ക് ശേഷം അന്ന് ആ വൈകുന്നേരം അമ്മയും അച്ഛനും രണ്ടു മക്കളും സന്തോഷത്തോടെ സമാധാനത്തോടെ വർത്തമാനം പറഞ്ഞ് കളിച്ചിരിയോടെ ചായ കുടിച്ചു. കൂട്ടുകാരിൽ നിന്നും പറഞ്ഞു കേട്ട അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ചു തുടങ്ങിയതിൻ്റെ സന്തോഷത്തിലും കൗതുകത്തിലുമായിരുന്നു മാളുവും അപ്പുവും അപ്പോൾ. അച്ഛാ, ഞങ്ങളെ കൂട്ടി വണ്ടിയിലൊരു റൗണ്ട് അടിക്കാമോ? മാളുവാണ് ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോൾ രമേശനോട് അത് ചോദിച്ചത്. അപ്പോഴേക്കും അപ്പു മാളുവിന് പിറകിൽ ചെന്ന് ഒളിച്ചിരുന്നു. ദേ അപ്പു കൂടി പറഞ്ഞിട്ടാ ഞാൻ ചോദിച്ചേ, മാളു തൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുന്ന അപ്പുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതു കേട്ട് രമേശൻ അപ്പുവിനെ ഒന്ന് നോക്കി. പേടിയാണോ എന്താണെന്നറിയില്ല, അപ്പുവിന് വല്ലാത്തൊരു വെപ്രാളം തോന്നി. അവൻ രമേശന് പിറകിൽ നിൽക്കുന്ന അനിലയെ ഒന്ന് നോക്കി. അപ്പുവിൻ്റെ നോട്ടം കണ്ട് അനില ചിരി കടിച്ചു പിടിച്ചാണ് നിൽക്കുന്നത്. അനിലയെ ഒന്ന് തിരിഞ്ഞു നോക്കിയ ശേഷം രമേശൻ വീണ്ടും അപ്പുവിനെ തന്നെ നോക്കി. അപ്പു ആണെങ്കിൽ അങ്ങനെ ചോദിച്ചതിന് ഇനി അച്ഛന് ദേഷ്യം പിടിക്കുമോ എന്ന പേടിയിലാണ് നിൽക്കുന്നത്. എന്നാൽ പെട്ടെന്നാണ് രമേശൻ അപ്പുവിനെ നോക്കി പൊട്ടിച്ചിരിച്ചത്. അതിന് നീ എന്തിനാടാ ഇങ്ങനെ ചേച്ചിക്ക് പിറകിൽ പോയി ഒളിച്ചു നിൽക്കുന്നേ? നിനക്ക് ഇപ്പോഴും എന്നെ പേടിയാണോ അപ്പു? രമേശൻ അത് ചോദിച്ചുകൊണ്ട് തന്നെ അപ്പുവിനെ എടുത്തുയർത്തി. അപ്പു ഒരു ചിരിയോടെ അനിലയെ നോക്കി. അനില അപ്പുവിനെ നോക്കി ഒന്ന് മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു. വണ്ടിയിൽ നമുക്ക് ഇപ്പോൾ തന്നെ കയറാലോ, മാളു നീയും വാ, രമേശൻ പറഞ്ഞതും മാളുവിൻ്റെ കണ്ണുകളും വിടർന്നു. ഒരു കൈയിൽ അപ്പുവിനെയും എടുത്ത് മറുകൈയിൽ മാളുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് രമേശൻ പുറത്തേക്ക് നടന്നു. അവർക്ക് പിറകിലായി അനിലയും. രമേശന് പിറകിലായി അപ്പുവാണ് കയറിയത്. അതിനു പുറകിൽ മാളുവും. അനിലയെ നോക്കിയൊന്ന് തലയാട്ടിയ ശേഷം രമേശൻ വണ്ടി സ്റ്റാർട്ടാക്കി. വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ അപ്പുവും മാളുവും അനിലയെ നോക്കി കൈവീശി കാണിച്ചു. അവളും അവർക്ക് നേരെ കൈവീശി. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന ആ കാഴ്ച അനിലയുടെ മനസ്സിനെയും തണുപ്പിച്ചിരുന്നു. വീടിന് മുന്നിലൂടെയുള്ള റോഡിലൂടെ 2-3 റൗണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച ശേഷം അവർ ചെന്നത് തൊട്ടടുത്തുള്ള ചെറിയൊരു കടയിലേക്കാണ്.
അവിടെ നിന്നും അവർക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളും മിഠായിയും കൂടി വാങ്ങിയ ശേഷമാണ് വീട്ടിലേക്ക് വന്നത്. അവർ വീട്ടിലേക്ക് വരുമ്പോഴും അനില ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്നും ആദ്യം ഇറങ്ങിയത് മാളുവാണ്. അതിനു പിന്നാലെ അപ്പുവും. അപ്പുവിൻ്റെ കയ്യിൽ ചെറിയൊരു കവറുണ്ട്. അവൻ അതും കൊണ്ട് സന്തോഷത്തോടെ അനിലയ്ക്കരികിലേക്ക് ഓടിച്ചെന്നു. കണ്ടോ അമ്മേ, ഇതെല്ലാം അച്ഛൻ വാങ്ങി തന്നതാ. അപ്പു കവറിലെ ഓരോ സാധനങ്ങളും പുറത്തേക്കെടുത്ത് അനിലയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ആ സന്തോഷത്തിലേക്ക് അനിലയും രമേശും നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു. അപ്പുവിൻ്റെ സന്തോഷം കാണുമ്പോൾ രമേശിൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിലും ഇനിയും കഴിഞ്ഞതൊന്നും ഓർക്കാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. ഇത്ര കാലം അവർ അനുഭവിച്ച സങ്കടങ്ങൾക്കും വേദനകൾക്കും പകരം ഒരുപാട് സന്തോഷം കൊടുക്കണം, ഒരുപാട് സ്നേഹം കൊണ്ട് പൊതിയണം. അതുമാത്രമേ അപ്പോൾ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മെല്ലെ മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കുഞ്ഞു മുഖത്തും നിറഞ്ഞ സന്തോഷമാണ്. കുടിച്ചു വരുന്ന അച്ഛനെ പേടിച്ച് വൈകുന്നേരം തന്നെ അത്താഴം കഴിച്ചു കിടന്നുറങ്ങിയ അവർ അതിനു പകരമായി അന്ന് അച്ഛനോടൊപ്പം ചെലവഴിച്ചു. കപ്പയുടെയും ചിക്കൻ കറിയുടെയും കൂടെ കുറച്ച് അരി കൂടി അനില അടുപ്പത്തിട്ടിരുന്നു. കപ്പയും ചിക്കനും ചോറുമെല്ലാം അവർ ഒരുമിച്ചിരുന്നു കഴിച്ചു. രാത്രിയിൽ അപ്പുവിന് വാരിക്കൊടുത്തത് രമേശനാണ്. കുറച്ചു സമയം കൊണ്ട് തന്നെ അവൻ ഒരു അച്ഛൻകുട്ടിയായി മാറിയിരുന്നു. അത് കണ്ട് അനിലയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഹൃദയത്തിൽ വല്ലാത്തൊരു തണുപ്പും. അന്ന് അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക് കിടന്നാണ് ആ രണ്ടു മക്കളും ഉറങ്ങിയത്. അപ്പു ഉറങ്ങിക്കഴിഞ്ഞിട്ടും രമേശൻ്റെ കൈകൾ അപ്പുവിൻ്റെ പുറത്ത് താളം തട്ടുന്നുണ്ടായിരുന്നു. മാളുവിൻ്റെ മുടിയിലൂടെയും അവൻ പതിയെ വിരലോടിച്ചു. തൻ്റെ മക്കൾ. അവൻ്റെ ഹൃദയം ഒരച്ഛൻ്റെ വാത്സല്യത്താൽ നിറഞ്ഞു കവിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അവൻ നോക്കുമ്പോൾ കറങ്ങുന്ന ഫാനും നോക്കി കണ്ണു തുറന്നു കിടക്കുന്ന അനിലയെയാണ് അവൻ കാണുന്നത്. നീ ഉറങ്ങിയില്ലേ അനി? രമേശൻ ചോദിച്ചു. അതു കേട്ട് അനില അവൻ്റെ നേരെ തിരിഞ്ഞു കിടന്നു. ഇല്ല, ഇന്നെന്തോ ഉറക്കം വരുന്നില്ല, അവൾ പതിയെ പറഞ്ഞു. എന്തുപറ്റി? എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? ചോദിക്കുമ്പോൾ ചെറിയൊരു ആവലാതി രമേശിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അതു കണ്ട് അനില ഒന്ന് പതിയെ പുഞ്ചിരിച്ചു. ഇന്നലെ വരെ സമാധാനമില്ലാത്തതുകൊണ്ടായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റാഞ്ഞത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. എന്തോ സന്തോഷം കൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല രമേശേട്ടാ, അനില പറഞ്ഞു. അതു കേട്ട് രമേശൻ ഒന്ന് പുഞ്ചിരിച്ചു. കണ്ണടച്ചു കിടന്നോ, പതിയെ ഉറക്കം വന്നോളൂ, രമേശൻ അനിലയുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. അതു കേട്ട് അനില പതിയെ കണ്ണുകൾ അടച്ചു. കുറച്ചു കഴിഞ്ഞതും അവളുടെ കണ്ണുകളും ഉറക്കത്തിലേക്ക് വീണു. രമേശൻ അവളെ തന്നെയൊന്ന് നോക്കി. കണ്ണുകൾ അടച്ച് ഉറങ്ങുന്ന അവളെ കാണുമ്പോൾ രമേശന് അവളോട് വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു. നിഷ്കളങ്കമായ ഒരു കുഞ്ഞു മുഖം. ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം ആ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന്. അതെ, ആ പുഞ്ചിരി പതിയെ രമേശൻ്റെ ചുണ്ടുകളിലേക്കും വ്യാപിച്ചു. ഇന്ന് താൻ കുടിച്ചിട്ടില്ല. പെട്ടെന്നാണ് രമേശന് അത് ഓർമ്മ വന്നത്. അല്ലെങ്കിൽ എന്നും കുടിക്കുന്ന സമയമാകുമ്പോൾ കൈകാലിൽ നിന്നും ഒരു തരിപ്പാണ്. കണ്ണിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മദ്യത്തിൻ്റെ നിറമാണ്. അത് കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖമെന്ന് ഇത്രയും നാൾ താൻ കരുതിയ പേരെന്തെന്ന് അറിയാത്ത ആ വികാരമാണ്. പക്ഷേ ഇന്ന് ഈ സമയം വരെ താൻ മദ്യത്തെക്കുറിച്ച് ഓർത്തിട്ടില്ല. അവ തൻ്റെ ചിന്തകളിലേക്ക് പോലും വന്നിട്ടില്ല എന്നതാണ് സത്യം. മക്കളോടും അനിലയോടും കൂടെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അവരുടെ വർത്തമാനം കേട്ട്, അവരുടെ കളിച്ചിരികൾ കണ്ട്, അവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതാണ് ഒരച്ഛൻ്റെ ശരിക്കുമുള്ള സന്തോഷം. ഇനി എന്നും തനിക്ക് ഈ സന്തോഷം വേണം. തൻ്റെ മക്കളും ഭാര്യയും ഇനി കരയരുത്. അവരെന്നും സന്തോഷിക്കണം, ചിരിച്ചുകൊണ്ടേയിരിക്കണം. ആ ചിന്തയോടെ തന്നെ രമേശൻ പതിയെ അപ്പുവിൻ്റെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. പിന്നെ മാളുവിൻ്റെ നെറ്റിയിലും. ശേഷം തൻ്റെ മക്കളുടെ അമ്മയുടെ നെറ്റിയിലും ചുണ്ടു ചേർക്കുമ്പോൾ രമേശൻ അറിയുകയായിരുന്നു യഥാർത്ഥ സന്തോഷം എന്താണെന്ന്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. സ്നേഹവും സന്തോഷവും കുടുംബവും എന്ന ലഹരി രമേശൻ്റെ ഹൃദയത്തിലാകെ നിറഞ്ഞിരുന്നു അപ്പോൾ. ഏറെ കാലങ്ങൾക്ക് ശേഷം ബോധത്തോടെ സമാധാനത്തോടെ രമേശനും അന്നുറങ്ങി. പക്ഷേ അതിനു മുൻപേ രമേശൻ ഒരു തീരുമാനമെടുത്തിരുന്നു. ഇനി മദ്യത്തിലേക്ക് തന്നെ അടുപ്പിക്കുന്ന, തൻ്റെ ഭാര്യയുടെ, മക്കളുടെ, തൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും തകർക്കുന്ന ഒരു കൂട്ടുകെട്ടും ഇനി ഉണ്ടാകില്ലെന്ന്. സ്നേഹത്തിൻ്റെ ലഹരിയിൽ നിന്നുമുണ്ടായ ആ തീരുമാനത്തിന് വല്ലാത്തൊരു ശക്തിയുണ്ടായിരുന്നു. ആ സ്നേഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ ലഹരി തന്നെയായിരുന്നു അവനെ മദ്യത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്. അവൻ താലി കെട്ടിയ പെണ്ണിൻ്റെ കണ്ണീര് തുടച്ചു മാറ്റിയത്. മക്കളുടെ ജീവിതത്തെ, അവരുടെ ചിന്തകളെപ്പോലും നിറമുള്ളതാക്കി മാറ്റിയത്. സന്തോഷം മാത്രം നിറഞ്ഞൊരു വീടായി ആ കുഞ്ഞു വീട് മാറിയത്. അങ്ങനെയെല്ലാം ആ തീരുമാനത്തിൽ നിന്നായിരുന്നു.
ഇനി ഒരിക്കലും മദ്യപിക്കില്ലെന്ന ആ തീരുമാനത്തിൽ നിന്ന്.